റഫയിൽ അഭയാർത്ഥി ക്യാമ്പിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 45 പേർ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നു. ആക്രമണത്തെ ലോക നേതാക്കളും ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലും അപലപിച്ചിട്ടുണ്ട്. നിരപരാധികൾ കൊല്ലപ്പെട്ട സംഭവം ഹൃദയഭേദകമെന്ന വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും മധു കൊട്ടാരക്കര തത്സമയം. ഗുഡ് മോർണിംഗ് മധു. ഈ വൈറ്റ് ഹൗസ് ഉത്കണ്ഠപ്പെടുന്നത് മാത്രമേ ഉള്ളല്ലോ. ഗുഡ് മോർണിംഗ് എസ്കേൻ. തീർച്ചയായിട്ടും വൈറ്റ് ഹൗസിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാകേണ്ടിയ ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. ഈ റഫേൽ ഉടൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടതിന്റെ തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ 45 നിരപരാധികൾ കൊല്ലപ്പെടുന്നത്. നിർബന്ധിത കുടിയൊഴിപ്പിക്കലിനെ തുടർന്ന് പാലസ്തീനികൾ തമ്പടിച്ച ഒരു ഡിസ്പ്ലേസ്ഡ് ക്യാമ്പാണ് ഇപ്പോൾ ആക്രമിക്കപ്പെട്ടത്. 200-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ കത്തിക്കരിഞ്ഞ മൃതദേഹങ്ങളും അതുപോലെ ഇവിടെ നിന്നുള്ള കൂട്ട നിലവിളികളും ഒക്കെ ഹൃദയം പൊട്ടുന്ന കാഴ്ചയാണെന്നാണ് ഈ ഡിസ്പ്ലേസ്ഡ് ക്യാമ്പിന് സമീപമുള്ള ദൃക്സാക്ഷികൾ പറയുന്നത്. ലോകത്തെ പ്രധാന നേതാക്കളെല്ലാം ഈ സംഭവത്തെ അപലപിച്ചിപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഗസയിൽ ഉടൻ വെടിനിർത്തൽ എന്ന തങ്ങളുടെ ആവശ്യത്തെ സാധൂകരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഈ സംഭവം എന്നാണ് മിക്ക നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. ഗസയിൽ ഒരു സ്ഥലവും സുരക്ഷിതമല്ല. ഈ ഭീകരത ഉടൻ അവസാനിപ്പിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ ആന്റണി ഗട്ടറസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്പാനിഷ് വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ, അതുപോലെ ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശ സമിതിയുടെ നേതാവ് വോൾക്കർ ടർക്ക്, അതുപോലെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങി നേതാക്കളെല്ലാം രൂക്ഷമായ ഭാഷയിലാണ് ഈ ഭീകരതയെ അപലപിച്ചത്. 45 പേർ കൊല്ലപ്പെട്ട സംഭവത്തെ ഹൃദയഭേദകമെന്നാണ് വൈറ്റ് ഹൗസ് പ്രതികരിച്ചിരിക്കുന്നത്. ഇസ്രയേലിലുള്ള അമേരിക്കയുടെ ഉദ്യോഗസ്ഥരിലൂടെ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞത്. എസ്കേൻ, ഈ ഐക്യരാഷ്ട്രസഭയുടെ ഒരു അടിയന്തര യോഗം ഉടൻ വിളിച്ചു ചേർത്തിരിക്കുന്നുണ്ട്. അല്പമണിക്കൂറുകൾക്കകം ആ യോഗം തുടങ്ങും. എസ്കേൻ, ഈ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണവും എത്തിയിട്ടുണ്ട്. തങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടും നിർഭാഗ്യവശാൽ ഇന്നലെ രാത്രി ഇസ്രയേലിന്റെ ഭാഗത്തു നിന്ന് ഒരു ദാരുണമായ തെറ്റ് സംഭവിച്ചു. അതേപ്പറ്റി ഇസ്രയേൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് നെതന്യാഹു ഈ വിഷയത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. എസ്കേൻ. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.